ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള വഴികളാണ്. ഒരുപാട് പേർ കടത്തിൽ പെട്ടുപോയവരാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒരാൾ വീട്ടും എന്നുള്ള ഉറപ്പിൽ കടം വാങ്ങുകയാണെങ്കിൽ അത് വീട്ടാൻ അള്ളാഹു അവനെ സഹായിക്കും. നമുക്ക് അള്ളാഹുവിൻ്റെ സഹായമില്ലെങ്കിൽ ഒരിക്കലും ഒരു കടവും വീട്ടാൻ പറ്റില്ല കേട്ടോ. ഇനി നിങ്ങൾ ആ കടം വീട്ടില്ല എന്ന നിലക്കാണ് കടം വാങ്ങുന്നതെങ്കിൽ അള്ളാഹു അയാളെ നശിപ്പിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. ഇനി ആ കടം കൊണ്ട് അയാൾ കുടുംബം നോക്കിയാലും വീടുണ്ടാക്കിയാലും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാലും ഒരു സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുപോലെ ലോൺ എടുത്തു പെട്ടുപോയ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ ഒരു 15 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു വീടൊക്കെ വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 20 ലക്ഷം കൂടി ഉണ്ടെങ്കിൽ ലോൺ എടുത്താൽ ഒന്നുകൂടെ വീട് അടിപൊളിയാക്കാം, ഒന്നുകൂടെ വീട് വലുതാക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതൊക്കെ കഴിഞ്ഞ് ലോൺ എടുത്ത് വീടൊക്കെ വെച്ചു, കുറച്ച് തവണയായി EMI ഒക്കെ അടച്ച് അത് കഴിഞ്ഞ് നമ്മൾ അടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു വലിയ പ്രശ്നം കൂടിയാണ്. അടക്കാതെ ആയാൽ ആ വീട് ജപ്തിയാവും. പലിശ നമുക്ക് ഹറാമാണ്. അതുപോലെ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടും, സന്തോഷമൊക്കെ നഷ്ടപ്പെടും. സന്തോഷമൊന്നും ഉണ്ടാവില്ല, ഒരു സുഖവും സമാധാനവും ഒന്നും ഉണ്ടാവില്ല നമ്മളുടെ ജീവിതത്തിൽ. അള്ളാഹു കാരുണ്യവാനാണ്. നമ്മൾ പെട്ടുപോയെങ്കിൽ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് തൗബ ചെയ്തിട്ട് ഞാൻ പറയുന്ന പോലെ ഈ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു ശരിയാക്കി തരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുക. അതായത് 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് ചൊല്ലുക. നീ പുറത്തു തരണേ അല്ലാ എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം, നിസ്കാര ശേഷം മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മൾ മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ടിട്ട് ദുആ ചെയ്യുക. മൂന്നാമത്തേത്, സുബഹി നിസ്കാര ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹക്കുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹക്കുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്ർ 100 തവണ പതിവാക്കുക. അത് കഴിഞ്ഞ് സൂറത്തുൽ ബലദ് 1 തവണ ഓതുക. എന്നിട്ട് സൂറത്തുൽ ഹുമസ 1 തവണ ഓതുക. ഇതൊക്കെ നമ്മൾ ഓതുമ്പോൾ അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഓതുന്നത് എന്ന് മനസ്സിൽ നിയ്യത്താക്കി കരുതുക. അതിൻ്റെ ഫലം അള്ളാഹു നമുക്ക് തരും. അത് കഴിഞ്ഞാൽ മഗ്‌രിബിനും ഇശാഇനും ഇടയിൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. മുത്തുനബി പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ വാഖിയ പതിവാക്കിയാൽ നമ്മുടെ കടമെല്ലാം മാറും എന്നാണ്. അപ്പോൾ എത്ര ലോണ് അള്ളാഹു വീട്ടിത്തരും. കടം വീടാൻ വേണ്ടി അല്ല ഓതേണ്ടത്, അള്ളാഹുവിന് വേണ്ടിയാണ് ഓതേണ്ടത്. എന്നിട്ട് ഏതേലും നിസ്കാര ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ കഴിയുന്ന സമയം അപ്പോൾ നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുക. സൂറത്തുൽ ആല ഇമ്രാനിലെ 26, 27 ആയത്തുകൾ പാരായണം ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സുരുകി ദുആ ചെയ്യുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ. നമുക്ക് വലിയ നമ്മുടെ ലോണും പലിശകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം നഷ്ടപ്പെടുത്തണമൊന്നുമില്ല. നമ്മൾ സമയം അതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമ്മൾക്ക് ഈ ചെറിയ ചെറിയ ദിക്റുകളും സൂറത്തുകളും ഓതിയാൽ നമ്മുടെ ലോണൊക്കെ പടച്ചോൻ നമുക്ക് വീട്ടിത്തരും. നമ്മൾക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യുക, അതിന് ഉത്തരം അള്ളാഹു നമുക്ക് നൽകും. അതുപോലെ ഇനി ഒരിക്കലും ഞാൻ ലോൺ എടുക്കില്ല എന്ന ഉറച്ച വിശ്വാസം വേണം. മാത്രമല്ല നമ്മൾ ഈ സൂറത്തുകൾ മാത്രം ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ അധ്വാനിക്കുക കൂടി വേണം. ജോലി ചെയ്യുമ്പോഴും ഇതൊക്കെ നിങ്ങൾ ദിവസേന പതിവാക്കി നോക്കൂ. പടച്ചോൻ നമ്മളെ എപ്പോഴും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ അതിൻ്റെ അടുത്ത സെക്കൻഡിൽ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് അതിനുള്ള ഫലം കിട്ടുകയും ചെയ്യും. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകട്ടെ. ആമീൻ.